എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇത് ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് ഓരോന്നായിട്ട് പറയാം. ഇവിടെ 300 മില്ലി ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അധികം ചൂടുള്ള പാൽ എടുക്കരുത്. ചൂടുള്ള പാലെടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകാനും ഇതിലേക്ക് ചേർക്കുന്ന മുട്ട വെന്തു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ബ്രെഡ് നോക്കി വേണം എടുക്കാൻ. തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പാലിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. പാലിൽ അലിഞ്ഞു ചേരാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുമല്ലെങ്കിൽ കുറച്ച് പാലെടുത്ത് അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഇട്ടൊന്ന് തിളപ്പിക്കുകയാണെങ്കിലും പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞു കിട്ടും. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വാനില എസൻസും വേണമെങ്കിൽ ചേർക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടോസ്റ്റിനുള്ള കൂട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് പാലിൽ മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ. ഇനി ബ്രെഡ് തിരിച്ചു മറിച്ചുവിട്ട് പൊരിച്ചെടുക്കാം. ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് സ്നാക്കുമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അടുത്ത പ്രാവശ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. എന്തായാലും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആകും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.